وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് ഇവളെയും ഇവളുടെ സന്താന പരമ്പരകളെയും ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്, ഞാൻ കാവൽ തേടുന്നു അല്ലാഹ്. ഈ ആയത്ത് ഇമാമിങ്ങളെ രേഖപ്പെടുത്തി വെക്കുകയാണ്. നമ്മുടെ മക്കൾ ജനിച്ചാൽ വലതുകാതിൽ ബാങ്കം ഇടതുകാതിൽ ഇഖാമത്ത് കൊടുക്കുന്നതിനോടൊപ്പം ഈ ആയത്ത് കൂടി ഓതണേ ഓതണേ. വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഈ ആയത്ത് കൂടി ഓതണം, സുന്നത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആദ്യം തന്നെ ബാങ്ക് കേൾപ്പിക്കേണ്ടത്, കുട്ടി ജനിച്ച് ആദ്യം ബാങ്ക് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ, ഫാസ്റ്റില് തന്നെ അത് കേൾപ്പിക്കണം. ഇതെല്ലാം കഴിഞ്ഞു ലേബർ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ സമയം വൈകി. ഉമ്മാക്ക് നല്ല റാഹത്തുണ്ടെങ്കിൽ, അപ്പൊ നല്ല ഓർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഉമ്മ എന്ത് ചെയ്താ, കുട്ടിയും അടുത്തുകൊണ്ടുവരാൻ പറഞ്ഞിട്ട് പ്രസവിച്ച ഉമ്മ തന്നെ അല്ലാഹു അക്ബർ എന്ന് പതുക്കെ എന്ന് പറഞ്ഞേക്കണം. ആദ്യം ആ വാക്കം കേട്ടോട്ടെ, അതിനു വേണ്ടിയിട്ടാണ്. അശുദ്ധി ആയിരിക്കാം, പക്ഷെ അത് പ്രശ്നമല്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അവർക്ക് ആഫിയത്തുണ്ടെങ്കിലായി പറഞ്ഞത്. എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയും, ഭയങ്കര വാങ്ങ് കൊടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. ലേബർ റൂമിൽ നിന്ന് എല്ലാവരും ഇറങ്ങി ഓടും, ഗേറ്റ് ഔട്ട്, അങ്ങനെയൊന്നും അല്ലത്. അതൊക്കെ ഒരു ശബ്ദത്തിൽ കഴിയുമെങ്കിൽ ആ പറഞ്ഞത് ചെറിയൊരു ശബ്ദം. കാരണം ഇതിന് ആദ്യം കുട്ടിയുടെ കാതിലേക്ക് ഈ വചനം അങ്ങ് കേൾപ്പിച്ചാൽ രക്ഷപ്പെട്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബാക്കി പിന്നെ വാപ്പ വെളിയിൽ പണ്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് കാത്തിരിക്കുക, ബാങ്ക് വിളിക്കുക, റെഡിയായി നാത്തിക്കുക. എല്ലാവരും അല്ല, ചിലർ ടെൻഷൻ അടിച്ചിട്ടാന്ന് പറയുന്നത്. 3 പാക്കറ്റ് സിഗരറ്റ് തീർത്ത്. ആയത്തുൽ കുർസി ഓതണ്ടേ? ഗർഭം ധരിച്ച ആ പെണ്ണ് ആ സമയത്ത് എന്തോതണം? ഗർഭം ധരിച്ച പെണ്ണ് പ്രസവത്തിന്റെ സമയത്ത് ഗർഭം എളുപ്പമാകാൻ ആയത്തുൽ കുർസി ഓതണം. പിശാച് വരുത്തേയില്ല. പിശാച് വരാതിരുന്ന പ്രസവം എളുപ്പവും, ഓപ്പറേഷനിലേക്ക് പോകൂല. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുകയാണ്, ലമ്മാ ദനത് വിലാദതുഹാ, ഫാത്തിമ ബീബി വേദന കൊണ്ട് പ്രയാസമാണെന്ന് അറിഞ്ഞപ്പോ ആദരവായ പ്രവാചകൻ പറയുകയാണ്, ഫാത്തിമ ഫാത്തിഹ ഓതണേ, ആയത്തുൽ കുർസി ഓതണേ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് നാസ് ഓതണേ. ഇങ്ങനെ ഓതുക ആയത്തുൽ കുർസി. ഈ സൂറത്തുകൾ ഇങ്ങനെ ആവർത്തിക്കാം. പിശാച് അടുത്തോട്ട് വരൂല, റാഹത്തായിട്ട് പ്രസവിക്കാൻ പറ്റും. അതിന്റെ ഒരു പൊടിക്കൈ പറഞ്ഞതാണ്. അതുപോലെ സൂറത്തുൽ ഇൻശിഖാഖ് പ്രസവ സമയത്ത് ഓതുക. സൂറത്തുൽ ഇൻശിഖാഖ് സഹോദരിമാരുണ്ടല്ലോ, അതുകൊണ്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. പറയുമ്പോൾ ഇൽമ് ജനങ്ങൾക്ക് കിട്ടണം, അതിനു വേണ്ടിയിട്ടാണ്. സൂറത്തുൽ ഇൻശിഖാഖ്, ഇദസ്സമാഉ شقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت. ഈ 5 ആയത്ത് ഓതുക. റാഹത്താണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പ്രസവത്തിന്റെ സമയത്ത് ഭർത്താവ് വെളിയിരുന്നിട്ട് ഓതിക്കൊണ്ടിരിക്കുക സൂറത്ത്. ഇതൊന്നുമില്ല, വേറെ ഹാൻഡിലാണ്. മസാല ദോശ വാങ്ങി കഴിക്കുകയാണ്. പുള്ളിയോടെ പോയിരുന്നത് അവിടെ ഉണ്ടാവണം, സ്ഥലത്ത് അവിടെ തന്നെ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ ഉണ്ടാകണം. ആദ്യം ബാങ്ക് കൊടുക്ക്, കാമത്ത് കൊടുക്ക്, ഈ ആയത്ത് ഓതി കൊടുക്ക്. ഏത്? വഇന്നി ഉഈദുഹാ ബിക വദുരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. ഇത് നമ്മൾ അരമണിക്കൂർ പള്ളിയിലെ ഉസ്താദിനെ തപ്പി ഇവിടെ വരുമ്പോഴത്തേക്ക് കയറേണ്ട ശൈത്താനൊക്കെ കയറി കഴിഞ്ഞു. അല്ലാഹു ആക്കട്ടെ. ആദ്യം ഇത് കേൾപ്പിക്കണം. അല്ലാഹു അക്ബർ. അതാണ് മനസ്സിലായില്ലേ? മക്കളെ സാലിഹാകളുടെ വഴിയായി പറഞ്ഞത്. ഇത് അങ്ങോട്ട് ആദ്യം ചെയ്ത പണി റാഹത്താണ്. അത് നേരത്തെ മുതലേ തുടങ്ങേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ ഭാര്യയും ഭർത്താവും ബന്ധപ്പെടുമ്പോൾ തന്നെ എന്ത് വേണം? എന്ത് വേണം? അഊദും ബിസ്മിയും വേണം. ഹദീസാണത്. ഇദാ ജാമഅ അർ-റജുലു മഅ ഇംറഅതിഹി ഇൻതവ ശൈത്വാനു ഇഹ്ലീലഹു ഫയുജാമിഉ മഅഹാ. إذا جامع الرجل مع امرأته بغير اسم الله
അള്ളാഹുവിന്റെ നാമം കൂടാതെ അഥവാ ഊദും ബിസ്മിയും ചൊല്ലാതെ ഒരു വ്യക്തി തന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവന്റെ ജനനേന്ദ്രിയത്തിന്റെ അഗ്രഭാഗത്ത് പിശാച് ചുരുണ്ട് കിടക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? പിശാച് ചുരുണ്ട് കിടക്കും. ഹദീസാണ്, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്, തള്ളിക്കളയാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. ഫയുജാമിഉ മഅഹാ, നീ ഔദും ബിസ്മിയും ചൊല്ലാതെയാണ് അവളുമായി ബന്ധപ്പെടുന്നത് എങ്കിൽ അവിടെ ബന്ധപ്പെടുന്നത് യഥാർത്ഥത്തിൽ പിശാചാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. കാരണം ദ്വാരങ്ങൾ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ പിശാച് ഉള്ളിലേക്ക് കയറും. കയറാതിരിക്കാനുള്ള വകുപ്പാണ് നോക്കുന്നത്. ഇതൊക്കെ ഹദീസാണ്. ഇതൊക്കെ മുഅ്മിനിന് 1 കിലോമീറ്റർ പോകാനുണ്ട്. അവിടെ എത്തുമ്പോൾ ഇരിക്കുന്നതിന്റെ പ്രകാരം പതുക്കം അല്പാൽപമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണം. കാരണം നിന്റെ ഔറത്ത് വെളിവാക്കാൻ പാടില്ല. മുട്ടുപൊക്കളിന്റെ ഇടയിൽ പരിപൂർണമായി മറച്ചിരിക്കണം. നിന്റെ തൊട അന്യ പുരുഷനെ പോലും കാണിക്കാൻ പാടില്ല. ഒരു പുരുഷന് അവന്റെ തുടഭാഗം മറ്റൊരു പുരുഷനെ പോലും അനുവാദമില്ലാതെ കാണിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ മടക്കി കുത്തിയിട്ടാണ് നടക്കുന്നത്. റമദാൻ മുഴുവൻ അങ്ങനെ നടന്നു. ഇനി താഴ്ത്തിയിട്ടെങ്കിലോ മനസ്സിലാക്കണം. നമ്മൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ ഔദു ചൊല്ലണം. വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി. ആൺപിശാചുക്കളെ തൊട്ടും പെൺപിശാചുക്കളെ തൊട്ടും കാവൽ തേടുന്നു. കാരണം 2 പിശാച് ഇവിടെ ഉണ്ട്, ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതുകൊണ്ടാണ് ബാത്റൂമിൽ കയറുമ്പോൾ മാത്രമല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വേറൊരിടത്തും ആൺപിശാച് പെൺപിശാചിനെ തൊട്ടും കാവൽ തേട്ടയില്ല. കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ചില സ്ത്രീകൾ കണ്ടില്ലേ, ബാത്റൂമിൽ കയറിയ 3.5 മണിക്കൂറാണ്, കുളിക്കാൻ കയറിയതാണ്, അല്ലാഹു കുളിയ ഇറങ്ങൂല. കുറേ നേരം മണിക്കൂറുകളാണ്. പൈശാചികത ഉപദ്രവങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവർ ആ സമയം ചെലവഴിക്കുന്നത്. ചിലർക്ക് വസ്വാസാൻ ആദ്യം ഭിത്തി മുഴുവൻ കഴുകി തേച്ചൊരച്ച് കഴുകിയിട്ടേ ഇറങ്ങുള്ളൂ. ഫുള്ള് റെഡിയാക്കി ഇവർ ഇറങ്ങി വരുമ്പോൾ അറിയാൻ പറ്റും വെള്ളം മുഴുവൻ ടാങ്കിൽ തീർന്നിട്ട്. എന്ന് പറഞ്ഞ് ഇപ്പൊ കൈകാലിട്ട് അടിച്ചിട്ട് കാര്യമില്ല. ഇത് തുടക്കത്തിൽ ശ്രദ്ധിക്കണമായിരുന്നു, നേരത്തെ ശ്രദ്ധിക്കേണ്ട പണിയാണ്. ഭാര്യയുമായി ബന്ധപ്പെടുന്നത് മുതൽ അവിടെ മുതലല്ലേ നിങ്ങൾ പരമാവധി നേർച്ച നേരാതിരിക്കുക. നേർച്ച നേർന്നാൽ അതെന്താണ്? അത് വീട്ടും വേണം. കാണുന്നതിനൊക്കെ നേർച്ച. ഭർത്താവിനെ കൊണ്ട് വിമാപ്പള്ളിയുടെ മുന്നിൽ ഇരുത്തി തല മുട്ടയടിച്ചേക്കാം. എങ്ങനെയാ നേർച്ച? പാവം പിടിച്ചവനെ ഇടങ്ങേറും. മൂപ്പറ തല മുട്ടയടിച്ചേക്കാം. ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ നേർച്ച ഉമ്മമാര് കാണുന്നതിനൊക്കെ തൊട്ടയിലും പിടിച്ചതിന് നേർച്ച നേരാ. അങ്ങനെ ആവശ്യമില്ലാത്ത നേരണ്ട. നമുക്ക് കഴിവാകുന്നതും പറ്റുന്നതും ഒക്കെ നമ്മൾ ഒരു 10 ദിവസം നോമ്പ് പിടിക്കാൻ നേർച്ച ശരിയാണെങ്കിൽ ഓക്കെ, അത് പറ്റത്തില്ല. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമ്മൾ ചെയ്യുള്ളൂ. അത് തന്നെ ഉടായ്പാണെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കൊണ്ടുവന്ന് നേരെ ബൈത്തുൽ മഖ്ദിസിലേക്ക് വിട്ടു. ഉമ്മയാകുന്ന ഹന്നത്ത് ബീവി പള്ളിയിൽ കൊണ്ടുപോയിട്ടു. പള്ളിയിൽ അന്നത്തെ ചീഫ് ഇമാമാണ് ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം. അവിടുത്തെ മെയിൻ ഇമാമാരാണ് സക്കരിയ നബി അലൈഹിസ്സലാം. സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പെങ്ങളാണ് ഹന്നത്ത് ബീവി. ബന്ധമുണ്ട്. നേരെ പെങ്ങളല്ല, അല്ലാതെ അടുത്ത വകയിലുള്ള ബന്ധമാണ്, പെങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ നേരെ കൊണ്ടുവന്ന് അയച്ചു. എന്നിട്ട് പറഞ്ഞതാ ഇവിടെ നോക്കിക്കോണോന്ന് പറഞ്ഞു. പിന്നെ നമ്മളെ ഏറ്റെടുത്തു. അങ്ങനെ സക്കരിയ നബി അലൈഹിസ്സലാം അതിനുവേണ്ടി നിലകൊള്ളുമ്പോൾ നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, അതെ ഇത് പറ്റത്തില്ല, ഞങ്ങളുടെ ഖത്തീബിന്റെ മോളല്ലേ ഇപ്പൊ നിങ്ങൾ ഇവിടെ എടുക്കാൻ പോകുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളും കൂടെ അത് ബന്ധപ്പെട്ടതാണ്, ഞങ്ങൾക്കും കൂടെ നോക്കണം, ഞങ്ങൾക്കും കൂടെ അതിൽ ചെലവ് കൊടുക്കണം, അതിന്റെ കഫാലത്ത് ഞങ്ങൾ കൂടി തരണം. കഫാലത്ത് എന്നുള്ള പദം ആദ്യമായി രംഗത്ത് വരുന്നത് ഈ ഒരൊറ്റ മറിയം ബീവിയുടെ ചരിത്രത്തിലൂടെയാണ്. കഫാലത്ത് എന്ന് പറഞ്ഞാ ഏറ്റെടുക്കുക, അവരുടെ ചെലവ് മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തു. 28 പേര് കടന്നു വന്നു. 28 പേര് വന്നിട്ട് പറഞ്ഞ് ഒറ്റ കുട്ടിയുടെ കാര്യത്തിലേ പറഞ്ഞേട്ടാ, ഒറ്റ കുട്ടിയുടെ ചെലവേറ്റെടുക്കാൻ എത്ര പേര് വന്ന്? 28 പേര് വന്നു. ഇവിടെ ഇനി മുത്തല്ലിങ്ങളെ ഇപ്പൊ ചോദിക്കും, അപ്പൊ ഒരേ കുട്ടിയുടെ പേര് 28 പേര് വരുമോ? 28 പേര് ഒരാൾക്ക് ചെലവ് കൊടുക്കാൻ, പള്ളിയുടെ ചെലവ് കൊടുക്കാൻ, ഒരു കുട്ടിയുടെ ചെലവ് കൊടുക്കാൻ വേണ്ടി 28 പേര് കയറി വരികയാണ്. ചിന്തിക്കണം, ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്, കെട്ടുകഥയല്ല, ഖുർആൻ പറഞ്ഞതാണ്. സക്കരിയ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ വിട്ടുതരൂല, എന്റെ ബന്ധുവും കൂടിയാണ്, അതുകൊണ്ട് ഞാൻ എന്തായാലും മറിയം ബീവി വിട്ടുതരൂല, എനിക്കും നോക്കണം. അപ്പൊ 29 എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞു കുട്ടിയെ ഞാൻ ചെലവ് കൊടുക്കാം. എല്ലാവരും കൂടി ചെലവ് കൊടുക്കാൻ, കുട്ടി ഒറ്റയ്ക്ക് എന്നിട്ട് ഇതെല്ലാം കൂടി കഴിച്ചിട്ട് ഇടങ്ങേറാവൂലേ? അവ പറഞ്ഞു നമുക്കെന്നാ നറുക്കിടാം. ഇസ്ലാമിൽ ആദ്യമായി നറുക്കിടുന്ന പരിപാടി തുടങ്ങുക. സക്കരിയ നബി അലൈഹി സ്വലാം പറഞ്ഞു എല്ലാവരുടെയും പേനയും എടുക്കാൻ പറഞ്ഞു. എല്ലാവരും പേന കൈക്ക് പിടിച്ചോ? ആ പിടിച്ചു. പ്ലാസ്റ്റിക് പേന ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റണം, അതൊന്നും ഇല്ല, എന്നാൽ നല്ല കനമുള്ള പേന. എന്നിട്ട് എല്ലാവരും നദിയുടെ തീരത്ത് വന്നിട്ട് ബിസ്മില്ലാഹി അങ്ങോട്ട് ഇട്ടോളാൻ പറഞ്ഞു. നദിയിലേക്ക് എറിഞ്ഞോളൂ.
ആരുടെ പേനയാണോ കരയിലേക്ക് തിരിച്ചു വരുന്നത് അവർക്ക് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ പോറ്റാനുള്ള അനുവാദമുണ്ട്. കഫാരത്ത് അവർക്കാണ്. ഖുർആൻ പറഞ്ഞ ചരിത്രമാണിത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹി സ്വലാമും കൂടെയുള്ളതാകുന്ന ബാക്കിയുള്ള 28 പേരും 29 പേരും ടോട്ടൽ എല്ലാവരും വന്നു. നേരെ പേന കയ്യിലെടുത്തു. ബിസ്മില്ല എല്ലാവരുടെയും അങ്ങോട്ട് ഇട്ടു. തിരിച്ചു കയറി വന്നത് ആരുടെ മാത്രം? സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പേന. ബാക്കിയുള്ളവരുടെ പേന കൂടി പോയി. ഇവിടെ വന്നു പോലുമില്ല. അവസാനം സക്കരിയ നബി അലൈഹി സ്വലാം കുട്ടിയെ ഏറ്റെടുത്തു. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു കേട്ടില്ലേ? വകഫലഹാ സക്കരിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ ചെലവ് പരിപൂർണമായി ഏറ്റെടുത്തത് സക്കരിയ നബി അലൈഹിസ്സലാമാണ്. പള്ളിയുടെ ഒരു ഭാഗത്ത് വെളിയിലായിട്ട് നല്ല ഒരു ആരാധനയ്ക്ക് വേണ്ടി ഒരു മഠം സക്കരിയ നബി അലൈഹിസ്സലാം സ്ഥാപിച്ചു. അദ്ദേഹം ഇവിടെ ഇബാദത്തെടുത്തു, മെഹ്റാബ് കെട്ടിക്കൊടുത്തു, നിസ്കരിക്കാനുള്ളതാകുന്ന ഒരു സ്ഥലം. ഇവിടെ നിസ്കരിച്ചോണം, ഇബാദത്തൊക്കെ ഇവിടെ. ശരി, വളരെ സന്തോഷം. മറിയം ബീവി റളിയല്ലാഹു അൻഹ അവിടെ ഇബാദത്തുമായി കഴിഞ്ഞുകൂടി. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയ നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിയുടെ മകളാണല്ലോ എന്ന് മനസ്സിലാക്കി, തന്നിലാണല്ലോ അവളുടെ ചെലവ് എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ടവർ ഇടയ്ക്കിടയ്ക്ക് ചെല്ലുകയാണ്. ഭക്ഷണം നൽകാൻ വേണ്ടി ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്. ഏത് സമയത്തും രാവിലെയും വൈകുന്നേരവും സക്കരിയ നബി അലൈഹിസ്സലാം ഭക്ഷണവുമായി കയറി ചെല്ലുമ്പോഴൊക്കെ വജദ ഇൻദഹാ റിസ്ഖാ. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഭക്ഷണമുണ്ട്. മറിയം ബീവി ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് കയറി വരുന്നത്. അമ്മാനു വേണോ? ഇതെന്താ അവസ്ഥ? കുല്ലമാന്നാ പറഞ്ഞത്, കല്ലമാന്നല്ല. ചില സമയത്തൊന്നല്ല, കുല്ലമ. എപ്പ കയറി ചെന്നാലും, എപ്പ ഫുഡുമായിട്ട് ഫുഡ് ആണെന്ന് അദ്ദേഹത്തെ ഏൽപ്പിച്ചതാ. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാനല്ലാതെ വേറൊരൊറ്റ വ്യക്തിയും ഇവിടെ വരാനും പാടില്ല, വേറെ ഫുഡ് കൊടുക്കാൻ. ശരി, ഓക്കെ, അങ്ങനെ സമ്മതിച്ചിട്ടാണ് അദ്ദേഹം ഈ പണിക്ക് ഏറ്റെടുത്തത്. ഫുഡുമായിട്ട് കയറി ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവി റളിയല്ലാഹു അൻഹ നല്ല ഫുഡ്, വിഭവസമൃദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. ഇതെവിടുന്ന് കിട്ടി? എത്രത്തോളം മുഫസ്സിരീങ്ങൾ പറയുന്നു, അതിശക്തമായ ചൂടുള്ള കാലഘട്ടത്തിൽ മാത്രമുണ്ടാകുന്ന കായ്കനികൾ, ഫലങ്ങൾ നല്ല തണുപ്പുള്ള സീസണിൽ മറിയം ബീവിയുടെ കയ്യിൽ കണ്ടിട്ടുണ്ട്. ആര്? സക്കരിയ നബി അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരിക്കലും എവിടെ ഉണ്ടാവൂല. നല്ല തണുപ്പിന്റെ സമയമാണ്. ചൂടുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന സാധനം മാങ്ങ അപ്പോൾ കിട്ടുക, അവരുടെ കയ്യിൽ കിട്ടുന്നത്. നല്ല ചൂടുള്ളതാകുന്ന സമയത്ത് കയറി ചെല്ലുമ്പോഴോ തണുപ്പുള്ള സമയത്ത് മാത്രം ഉണ്ടാകുന്ന കായ്കനികളൊക്കെ മറിയം ബീവിയുടെ കയ്യിൽ. അപ്പൊ മനസ്സിലായി, ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയതേ അല്ല. നാട്ടുകാരും കൊണ്ടേ കൊടുത്താണെങ്കിൽ അത് ഈ സമയത്തുള്ള ഫ്രൂട്ട്സ് ആകുന്ന കരുതാ. ഇത് ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടേ ഇല്ല. വേറെ ആരും അവിടെ കയറി വരാനും പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണ്. എന്താണ് ഇത് സംഭവം? സക്കരിയ നബി അലൈഹിസ്സലാം ഇതിങ്ങനെ സ്ഥിരമായി കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു. 1-2 വട്ടമൊക്കെ ആയപ്പോൾ ആരാണ്ട് കൊടുത്താന്നൊക്കെ മനസ്സിലാക്കിയത്. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇത് കാണാൻ തുടങ്ങിയപ്പോ അല്ലാഹ്, ഇത് വേറെ ഇവിടെ നിന്ന് വന്നതാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കാൻ തയ്യാറായി. قال يا مريم أنى لك هذا. മറിയമേ, നിനക്ക് എവിടുന്നാണ് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടുന്നത്? ഒരാൾ പോലും കടന്നു വരാത്ത ഈ റൂമിലേക്ക് നിനക്ക് എവിടുന്നാണ് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയത്? قالت هو من عند الله. മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇതെനിക്ക് അല്ലാഹു നൽകിയതാ. ഇത് പടച്ച റബ്ബിന്റെ സൗരത്തിൽ നിന്ന് അവൻ നൽകിയതായ കായ്കനികളാ, സ്വർഗ്ഗത്തിൻ്റെതാകുന്ന കായ്കനികളാണ്. പഠിച്ചു വെക്കണേ മുക്കുന്നത്തുള്ള സഹോദരിമാരെ, പഠിച്ചു വെക്കുന്ന പാഠമാണ് ചെറുപ്പക്കാരാ. യുവത്വത്തിലേക്ക് കാലൂന്നിയതാകുന്ന സഹോദരിയാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ
ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്തുള്ള റൂമിൽ വെച്ചുകൊണ്ട് തന്നെ സുന്ദരമായ ആഹാരപാനീയങ്ങൾ നൽകുകയാണ്. ദുനിയാവിലെ അല്ല, ആഖിറത്തിലെ സ്വർഗത്തിലേതാകുന്ന പലവർഗ്ഗങ്ങൾ ഭൂമിയിലിരുന്നു കൊണ്ട് കഴിച്ചതാകുന്ന മഹിതയാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ സാധാരണ പെണ്ണായി മറിയം ബീവിയെ കാണരുതേ. മറിയം ബീവി ഞെട്ടിത്തെറിച്ചിരിക്കുന്ന അമ്മാവനോട് പറയുകയാ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചവർക്ക് വേണ്ടുന്ന വിധത്തിൽ കൊടുക്കുന്നവനാ. കണക്കില്ലാതെ പടച്ച റബ്ബ് നൽകുമേ. അല്ലാഹു എന്നെ അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. റൂമിലിരുന്നു കൊണ്ട് ബൈത്തുൽ മഖ്ദസിന്റെ പരിസരത്തുള്ള റൂമിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിന് വേണ്ടി ഇബാദത്ത് എടുത്തതാകുന്ന ചെറിയ മകൾക്ക് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിന്റെ കായികനികൾ കൊടുത്തു എന്ന് പറയുമ്പോ മുസ്ലിമത്തെ 30, 40, 50, 60, 70 വയസ്സ് വരെ ജീവിച്ചതാകുന്ന ഉമ്മമാരല്ലേ. പരിശുദ്ധമായ റമദാൻ എത്ര വർഷമായി നീ നോമ്പ് നോൽക്കുകയാ? റമദാൻ കൊണ്ട് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ടോ ഉപ്പ? സാധിച്ചിട്ടുണ്ടോ ഉമ്മ? പകൽ മുഴുവനും നോമ്പ് പിടിച്ച് രാത്രിയിൽ മുഴുവനും നമസ്കാരത്തിലായി കഴിഞ്ഞുകൂടിയതാകുന്ന മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് തുറക്കാൻ സ്വർഗീയമാകുന്ന വിഭവങ്ങൾ കൊടുത്തുവെങ്കിൽ എത്ര വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിഞ്ഞ് ആരാധിച്ചപ്പോൾ പടച്ച റബ്ബ് കൊടുത്തതാണ്. ഈ മറിയം ബീവി ഒരു സാധാരണ പെണ്ണല്ല. ലോകത്തുള്ളതാകുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് വരെ, ലോകത്ത് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ മുഴുവൻ വിശ്വാസികൾക്കും ഉമ്മത്ത് മുഹമ്മദിനും അല്ലാഹുവിന്റെ റസൂൽ ഖുർആനിലൂടെ ഏറ്റവും വലിയ ഉപമയായി പറഞ്ഞത് 2 സ്ത്രീകളെയാണ്. മുഅ്മിനീങ്ങൾക്ക് ഉപമയായി അല്ലാഹു പറഞ്ഞത് 2 സ്ത്രീകളാണ്. ഒന്ന് ഫിർഔനിന്റെ ഭാര്യയായ ആസിയാ ബീവിയാണ്. ഫിർഔനിനെ കൊണ്ട് അവിശ്വസിച്ചതിന്റെ പേരിൽ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ചുട്ടുപഴുത്ത മണലാരണ്യത്തിലേക്ക് മലർത്തി കടത്തി അവരുടെ ഗുഹ്യഭാഗത്തേക്ക് കമ്പി കുത്തിയിറക്കിയപ്പോ മഹദി അവറുകൾ വിളിച്ച് പറയുകയാണ്, അല്ലാഹ് നജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. സ്വന്തം ഭർത്താവാകുന്ന ഫിറൗന് റംസീസ് രണ്ടാമൻ ഇതാ ഗുഹ്യഭാഗത്തേക്ക് കൊണ്ടുവന്ന് കത്തിയിടിച്ച് താഴ്ത്തുമ്പോ വേദന കൊണ്ട് പൊളയുന്നതാകുന്ന ആസിയാ ബീവി വിളിച്ചു പറയുന്ന, അല്ലാഹ് എന്നെ ഈ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എനിക്ക് ആഖിറം റാഹത്താക്കണേ അല്ലാഹ്. നജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. ഫിർഔനിനെയും അവന്റെ കൂട്ടാളികളിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. തീർന്നില്ല. എനിക്ക് സുന്ദരമായ സ്വർഗ്ഗത്തിൽ ഒരു ഭവനം എനിക്ക് നൽകണേ അല്ലാഹ്. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ എനിക്കൊരു മനോഹരമായ വീട് നൽകണേ അല്ലാഹ്. ഈ ദുനിയാവിൽ ഫിർഔനിന്റെ കൊട്ടാരത്തിൽ വസിച്ചവളാണ് ഞാൻ. പക്ഷേ നിന്നെ വിശ്വസിച്ചത് മുതൽ ഒരു അനുഭൂതികളും ആസ്വാദനങ്ങളും എനിക്ക് വേണ്ട അല്ലാഹ്. ദുനിയാവ് പരിപൂർണമായി ഞാൻ പരിത്യജിച്ചു. എനിക്ക് ആഖിറം മതി റബ്ബേ. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്റെ ഭർത്താവ്. എന്നെ വല്ലാതെ നോവിക്കുന്നു ഈ ഭർത്താവ്. ഇദ്ദേഹത്തിന്റെ അക്രമത്തിൽ നിന്നും
ഇദ്ദേഹത്തിന്റെ കൂട്ടാളികൾ അക്രമത്തിൽ നിന്നും എന്നെ നീ സംരക്ഷിക്കുകയും എനിക്ക് സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് നൽകുകയും ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട ആസിയ ബീവിയെ കുറിച്ച് ഖുർആൻ പറയുകയാ, അവർ മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ്, ഉപമയാണ്. തീർന്നില്ല. വമറിയം ബനത ഇമ്രാൻ, വമറിയം ബനത ഇമ്രാൻ, ഇമ്രാനിന്റെ മകളായ ഖതീബിന്റെ മകളായ മറിയം ബീവിയെ നിങ്ങൾ സ്മരിക്കണേ. അവർ നല്ല മഹിളയാണ്, മുഅ്മിനീങ്ങൾക്ക് ഉപമയാണ്, ഉപമയാ. ലോകത്തുള്ള സർവ്വ സത്യവിശ്വാസികൾക്കും മുഅ്മിനീങ്ങൾക്കും ആണുങ്ങൾക്കും പഠിക്കാനുള്ള മാതൃകയാണ് മറിയം ബീവിയിലുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ. എന്തേ അവർക്കുള്ള ഗുണം? 4 ഗുണങ്ങളാണ് അല്ലാഹു പറഞ്ഞത്. ആദ്യമായി അല്ലാഹു പറഞ്ഞത് ഈ വിശുദ്ധമായ റമദാനിൽ എടുത്ത് ചർച്ച ചെയ്യേണ്ടതാണ്. അഹ്സനതു ഫർജഹാ, തന്റെ ഗുഹ്യത്തെ പരിപൂർണമായി സംരക്ഷിച്ചവരാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹാ. ഒരന്യ പുരുഷന്റെ മുന്നിൽ തന്റെ ശരീരത്തെ നൽകാൻ തയ്യാറായിട്ടില്ല ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. വനഫഖനാ ഫീഹി മിൻ റൂഹിനാ, അല്ലാഹു പറയുകയാണ്, നമ്മുടെ ആത്മാവ് ബഹുമാനപ്പെട്ട ജിബ്രീലിനോട് നാം അവരുടെ പോക്കറ്റിലൂടെ ഊതിയേ അവർക്ക് ഗർഭം ധരിപ്പിച്ചുവേ. അവർക്ക് ഭർത്താവില്ല, അവർക്ക് മകനെ നാം സമ്മാനിക്കുകയാ. ഒരു സ്ത്രീയുടെ ആവശ്യമില്ലാതെ, ഒരു പുരുഷന്റെ ആവശ്യമില്ലാതെ ഞാനിതാ അവർക്കിതാ ഗർഭം ധരിപ്പിക്കുകയാണ്. ഒരു പുരുഷന്റേതാകുന്ന ഒരു പുരുഷന്റെ ആവശ്യമോ ഒരു പെണ്ണിന്റേതാകുന്ന ആവശ്യമോ രണ്ടുപേരുടെയും ഇന്ദ്രിയ തുള്ളികളുടെ കൂടിച്ചേരലുകളോ ഒന്നും തന്നെ വേണ്ടാതെ നമ്മുടെ ആത്മാവിൽ നിന്ന് ജിബ്രീൽ മുഖേന അവരുടെ പോക്കത്തിന്റെ ഉൾഭാഗത്തേക്ക് നാം ഊതുകയാണ്. തീർന്നില്ല. വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി, അല്ലാഹു എന്ത് പറഞ്ഞു അത് പരിപൂർണമായി അനുസരിക്കുന്നവരായിരുന്നു ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇറക്കപ്പെട്ട കിതാബ് കൊണ്ട് അണിവിട വ്യതിചലിക്കാതെ ആ കിതാബ് അനുസരിച്ചുകൊണ്ട് മുറുകെ പിടിച്ചതാകുന്ന മഹിളയാ ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. വകാനത് മിനൽ ഖാനിതീൻ, പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവേ എന്നെ നീ സംരക്ഷിക്കണേ അല്ലാ, എനിക്ക് കാവലാളാകണേ അല്ലാ എന്ന് അല്ലാഹുവിലേക്ക് നമ്മുടെ ശിരസ്കയായി സദാസമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊണ്ടതാകുന്ന മഹിളയാണ് ബീവി മറിയമെന്നും വിശുദ്ധമായ ഖുർആൻ. സ്വന്തം ശരീരത്തെ കാത്തതിന്റെ കോലം സൂറത്ത് മറിയമിലൂടെ അല്ലാഹു പറയുകയാണ്. വൽഖുർ ഫിൽ കിതാബി മറിയം, നബിയേ ഈ മറിയമിനെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ സമൂഹത്തിന്. മുക്കുന്നത്തുള്ളതാകുന്ന മന്നാനി യതീംഖാനയുടെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിട്ടുള്ള ആയിരങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണേ നബിയേ. വൽഖുർ ഫിൽ കിതാബി മറിയം, മറിയമെന്ന് പറയുന്ന പെണ്ണാരെന്നറിയുമോ? ഇത് തബദത് മിൻ അഹ്ലിഹാ മകാന ശർഖിയാ, ലബനാന്റെ പരിസരത്തുള്ളതാകുന്ന കിഴക്ക് ഭാഗത്തുള്ള ഒരു ഭാഗത്തേക്ക് ഒറ്റയ്ക്ക് പോയി ഒരു റൂമുണ്ടാക്കി ആ ടെന്റിനുള്ളിൽ നിലകൊണ്ടുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞിരുന്ന പെണ്ണാണ് ബീവി മറിയമെന്ന് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബാ, ജനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ആളുകൾക്കിടയിൽ നിലകൊള്ളാതെ ഒറ്റയ്ക്ക് നിലകൊണ്ടുകൊണ്ട് നോമ്പ് നോറ്റുകൊണ്ട് രാത്രി നിസ്കരിച്ചുകൊണ്ട് നിലകൊണ്ട മഹിളയാണ് ബീവി മറിയമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഫഅർസൽനാ ഇലൈഹാ റൂഹനാ,
റൂമിൽ നിലകൊള്ളുന്ന സമയത്ത് നാം അവളിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ നിയോഗിക്കുകയാ. മനുഷ്യകോലത്തിൽ ജിബ്രീലിനെ പറഞ്ഞു വിടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ആ റൂമിനുള്ളിലേക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോ ബീവി മറിയം അന്താളിക്കുകയാണ്. ഉടനെ തന്നെ ബീവി മറിയം പറയുകയാണ്, റൂമിനുള്ളിൽ അന്യരാകുന്ന ചെറുപ്പക്കാരന്റെ, യുവകോമളന്റെ, സുന്ദരനാകുന്ന വ്യക്തിയുടെ ഒരു ചെരുപ്പടി ശബ്ദം കേട്ടപ്പോൾ തന്നെ ബീവി മറിയം ഉടനെ തന്നെ പറയുകയാണ്, ആരാണ് നീ? എന്തിനിവിടെ വന്നു? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ. റഹ്മാനായ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. നീ യഥാർത്ഥ മുത്തഖിയാണ് എങ്കിൽ പുറത്തു പോകണേ, പുറത്തു പോകണേ. അഥവാ മുത്തഖീങ്ങൾ അന്യ പെണ്ണുമായി റമളാനിൽ ചാറ്റ് ചെയ്യാൻ പോകില്ല. കാരണം മുത്തഖിയാണോ അന്യ പെണ്ണുമായി സംസാരിക്കാൻ പോലും പോകില്ല. റമളാനിൽ അനാവശ്യമായ ഭാഷണത്തിന് മുതിരില്ല. ഇൻ കുൻത തഖിയാ, നീ യഥാർത്ഥ മുത്തഖിയാണോ? അഊദു ബിർറഹ്മാൻ, റഹ്മാനായ റബ്ബിനോട് നിന്നെ തൊട്ട് ഞാൻ കാവൽ തേടുകയാണ്. പുറത്തു പോകണേ, പുറത്തു പോകണേ, പുറത്തു പോകണേ എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ നിർബന്ധിച്ചുവെന്ന് വിശുദ്ധമായ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, പക്ഷേ മനുഷ്യന്റെ കോലത്തിലാണ് വന്നത്. അതുകൊണ്ട് തന്നെ മറിയം ബീവി പുറത്തു പോകാൻ പറയുകയാ. ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യ കോലത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്നമാ അന റസൂലു റബ്ബിക് ലിഅഹബ ലകി ഗുലാമൻ സക്കിയാ. ഞാൻ നിന്നിലേക്ക് നിയോഗിക്കപ്പെട്ടതായ ദൂതനാണ്. ഞാനൊരു മലക്കാണ്, ജിബ്രീൽ എന്ന മാലാഖയാണ്. അമ്പിയാക്കളിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടതായ ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെണ്ണിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ അത് ബീവി മറിയമാണ്. ഇതൊരു സാധാരണ പെണ്ണല്ലേ, ഇതൊരു സാധാരണ പെണ്ണല്ല. ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ലി അഹബലകി ഗുലാമൻ സക്കിയാ, പരിശുദ്ധനായ സാലിഹായ ഒരു പൊന്നുമോനെ നിനക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് ജിബ്രീൽ പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. നിനക്ക് നല്ല ഒരു പൊന്നുമോനെ തരാൻ വരിക. പരിശുദ്ധനായ, സക്കിയ എന്ന് പറഞ്ഞാൽ തസ്കിയത്തിന്റെ വാക്കാണ്. സക്കിയ, നല്ല പരിശുദ്ധനായ ഒരു മകനെ തരാൻ. കാരണം പരിശുദ്ധിപ്പെടുത്തി ഇവിടെ ആര്? ഈ കുട്ടി വരാൻ പോകുന്ന കുട്ടിയുടെ ഉമ്മയുടെ ഉമ്മ ഹന്നത്ത് ബീവി നേരത്തെ തന്നെ കാവൽ തേടിയിട്ടുണ്ട്. കുട്ടി ജനിച്ചപ്പോ തന്നെ എന്ത് പറഞ്ഞു? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ. അല്ലാഹുമ്മ ഇന്നി ഉഈദുഹാ ബിക വ ദുർരിയതഹാ മിനശ് ശൈത്താനിർ റജീം. പിശാചിനെ തൊട്ട് കാവൽ തേടിയിട്ടാ വിട്ടത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ രക്ഷപ്പെടും. അതുകൊണ്ട് മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് ശൈത്താൻ കാണിക്കും. രാത്രി കിടന്ന് ഭയങ്കര കരച്ചിലും ബഹളവും. അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? വിളിച്ചിട്ട് വലത്തേക്കാദ്യം ബാങ്ക് കൊടുക്കണം. അതിന് ആദ്യം ബാങ്ക് കൊടുക്കാൻ പഠിക്കണം. നാളെ മുതൽ എഴുതി പഠിച്ചു. അതറിയാൻ മേല. എപ്പോഴും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വീണ്ടും അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇത് തന്നെ കളി 10 വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ടും തീരുന്നില്ല. ഖുൽയാഉൽ കാഫിറൂൻ പണ്ട് ഒരാൾ ഓതിയിട്ട് തീരുന്നില്ല. അതേ അവസ്ഥ. ബാങ്ക് കൊടുക്കാൻ പോലും അറിയാത്തവർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇല്ലാന്നല്ല, ഒന്ന് പറഞ്ഞു നോക്കും. ബാങ്ക് കൊടുക്കാനല്ല, ഈ ഇരിക്കുന്നതിൽ ഉസ്താദുമാരും മുത്തഅല്ലിമീങ്ങളും സജ്ജനങ്ങളും ഒഴിച്ച് ബാക്കി ചില ആളുകൾക്ക് അലിഫ് ബാ ചോദിച്ചാൽ പോലും ആ 28 അക്ഷരം പൂർത്തീകരിച്ച് പറയും. എടാ നിങ്ങൾ തന്നെ മനസ്സിൽ ഇപ്പൊ പറഞ്ഞു പോയിക്കും. ജീമ ഹാ അതിനപ്പുറത്തോട്ട് കിട്ടത്തില്ല. മദ്രസയിൽ പോകേണ്ടി വരും. ആദ്യം പോയി ആണ് നമ്മുടെ അവസ്ഥ. അലിഫ് ബാ യാ വരെ പറയാൻ കിട്ടൂല. ആണ് നമ്മുടെ അവസ്ഥ. ശരിയല്ലേ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഒന്ന് ചെല്ലി നോക്കി, നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് ചെല്ലി നോക്കി. അപ്പൊ അറിയാം. സാദ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. നമ്മൾ വലിയ അറിവുള്ളവരാണെന്ന് പറഞ്ഞ് നിൽക്കാൻ ഒരു അറിവില്ല. അതായി പറഞ്ഞത്. പറഞ്ഞില്ലാന്ന് അറിയിക്കാനാണ്. അറബി അക്ഷരങ്ങൾ പോലും നമുക്കറിയില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കാം.
നിൽക്കട്ടെ അവിടെ. മറിയം ബിയോട് പറഞ്ഞു, നിനക്കൊരു നല്ലൊരു മകനെ തരാൻ പോവാണ്. ഞാൻ നിർത്തട്ടെ, അല്ലാഹ് സമയം വൈകിട്ട് ഞാൻ വേഗം ദുആയിലേക്ക് കടക്കാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തണം. ഒരു നല്ലൊരു തസ്കിയത്തായ ഒരു മകനെ നിനക്ക് തരാൻ പോവാണ്. ഇതൊരു സാദാ സീത മകനല്ല, ബഹുമാനപ്പെട്ടതാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി എന്ന് പറയുന്ന മഹനീയമാകുന്ന വ്യക്തിത്വത്തെ നിനക്ക് നൽകാൻ പോവാൻ, നിന്നിലൂടെ നൽകാൻ. അപ്പം മഹദി വറുകൾ പറഞ്ഞു, അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യമസസ്നി ബശറുൻ വലം അകു ബഗിയാ. സൂറത്തു മറിയമാണ് ഇതെല്ലാം. സൂറത്തു മറിയം ആയത്തുകളാണ്, അതിലെ സൂക്തങ്ങളാണ്. എങ്ങനെയാണ് ഞാൻ ഗർഭം ധരിച്ചിട്ടില്ലല്ലോ, എന്നെ ഒരു അന്യ പുരുഷനും സ്പർശനം നടത്തിയിട്ടില്ലല്ലോ, ഇന്ന് വരെ ഒരാൾ ഒരുമായിട്ട് ചങ്ങാത്തം എനിക്കുണ്ടായിട്ടില്ലല്ലോ. ഒരു ലിവിങ് ടുഗദർ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരാളുമായിട്ടൊരു ബന്ധമില്ല. നീ ഇപ്പത്തെ ഒരു അന്യനാണ്. ഒരു അന്യ വ്യക്തിയെ റൂമിൽ കണ്ടപ്പോ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞ ടീമാണ് ഞാൻ. അത്ര സൂക്ഷ്മത ജീവിക്കുന്ന അവസ്ഥയാണ്. ഒറ്റയ്ക്ക് നമ്മൾ കഴിഞ്ഞുകൂടുക. നമ്മളിൽ എത്ര പേര് കഴിഞ്ഞുകൂടും? ഇപ്പൊ ഈ കോവിഡിന്റെ ഘട്ടത്തിൽ തന്നെ നമുക്ക് റൂം വിട്ട് പുറത്തു പോയാൽ മതി അല്ലേ? മൊബൈൽ ഫോൺ എന്ന അംബാനി മാമൻ തന്ന ജിയോ സിം ഉള്ളത് കൊണ്ട് അംബാനി മാമന് ഫാത്തി ഓതി നമ്മൾ അതിനകത്ത് 10 മിനിറ്റ് ഇരിക്കുക. അതുകൂടെ ഇല്ലെങ്കിൽ അല്ല എപ്പോൾ ഇറങ്ങി വെളിയിൽ പോയെന്ന് വെച്ചാൽ മതി. ഈ മൊബൈൽ ഉള്ളത് കൊണ്ടും യൂട്യൂബും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ തെന്നിച്ച് ഇങ്ങനെ ഇരിക്കും. ഒന്നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് അടി ഇപ്പുറത്തോട്ട് അടി ഇങ്ങനെ കറങ്ങി റൗണ്ട് ചെയ്ത് കുറച്ചു നേരം സമയം കളയും. ഇതില്ല എങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് എങ്ങനെ ഇരിക്കും? ഇപ്പൊ കടക്കൽ ഉസ്താദിന് സുഖമില്ലാതെ വന്നു, അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. ഉസ്താദ് ആ രോഗശൈലിയിരുന്ന അവസ്ഥയെക്കുറിച്ച് ഉസ്താദിനോട് ചോദിച്ചാൽ ഈ 85 വർഷക്കാലയളവിനിടയിൽ ഏറ്റവും പ്രയാസം അനുഭവിച്ച, മാനസിക വിഷമം അനുഭവിച്ച സമയത്തായിരിക്കും. കാരണം എന്താ? ഈ സമൂഹത്തിനും ഈ നാടിനും ഈ നാട്ടുകാർക്കും വേണ്ടി അഹോരാത്രം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഒരു ബ്രേക്ക് കിട്ടുക. പക്ഷെ കുടുംബത്തിന് സന്തോഷം കിട്ടിക്കാണ്. കാരണം കുടുംബത്തോടൊപ്പം 10 മിനിറ്റ് കിട്ടിയല്ലോ. മറ്റേത് കിട്ടലില്ല, എപ്പോഴും ഓട്ടമാണ്, രാവിലെ ഇറങ്ങും. ഇപ്പൊ ഇന്ന് ഞാൻ ചോദിച്ചു, ഉസ്താദ് പരിപാടിക്കൊക്കെ പോകാൻ തുടങ്ങിയെന്ന് വെച്ചാൽ പറഞ്ഞ് രാവിലെ ഞാൻ 1.5 മണിക്കൂർ ഒരു സ്ഥലത്ത് പ്രസംഗിച്ചിട്ട് വന്നതാണ്. ഇവിടെ വെറുതെ ഇരിക്കൂല. ഞാൻ പറഞ്ഞു, ഉസ്താദ് ശരിയും ശ്രദ്ധിക്കണം. കാരണം സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണ്ടേ. സ്റ്റെപ്പ് കയറാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ. പക്ഷെ ജനങ്ങളെ നിർബന്ധിക്കാണ്, എല്ലാ പരിപാടികൾക്കും വരണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. കാരണം പകരം വെക്കാനാണില്ല. അതുകൊണ്ട് അവരെ തന്നെ നിർബന്ധിച്ചു വരികയാണ്. ഉസ്താദ് തന്നെ എത്തണമെന്ന് പറയുമ്പോൾ സ്നേഹബന്ധങ്ങൾ കൊണ്ട് ചെല്ലുകയാണ്, എല്ലായിടത്തോട്ട് ഓടിയെത്തുക. ഉസ്താദിന് തന്നെ അറിയാം ആ ഒരു അവസ്ഥ. നമ്മളൊരു രോഗശൈലി കിടക്കുമ്പോൾ വീട്ടിൽ തന്നെ നമ്മളൊന്ന് ലോക്കായി കിടക്കുമ്പോഴുള്ള അവസ്ഥ വളരെ ബുദ്ധിമുട്ടാണ്. മറിയം ബീവി അത് ആഗ്രഹിച്ചിരുന്ന വനിതയാണ്. പറഞ്ഞ ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹം. എന്നിട്ട് എന്ത് ചെയ്യുക? ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ നമ്മൾ തെറ്റ് ചെയ്യുക അല്ലെ? ഒന്നിലെ മൊബൈൽ ഫോൺ എടുത്തു വെച്ചിട്ട് WW അടിച്ച് എങ്ങോടെങ്കിലും കയറിപ്പോകും. ഏതെങ്കിലും ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കും, ഏതെങ്കിലും വാർത്ത കേട്ടോണ്ടിരിക്കും അല്ലെ? ഒറ്റയ്ക്കിരിക്കും. അല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ വിളിച്ച് സൊള്ളിക്കൊണ്ടിരിക്കും. ഒന്നും വേണ്ട, ഒറ്റ ഒരു സൊള്ളൽ മാത്രം, ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക്. 2 രീതിയിലാണ് മഹാന്മാരുള്ളത്. ഒന്ന് അസ്സൈറു ഇലല്ലാഹയാണ്, അല്ലാഹുവിലേക്കുള്ള യാത്രയാണ്. മറ്റൊന്ന് അസ്സൈറു ഫില്ലയാണ്, അല്ലാഹുവിലുള്ള യാത്രയാണ്. നമ്മളിപ്പോഴും അല്ലാഹുവിലേക്കുള്ള യാത്രയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അത് തന്നെ കറക്റ്റ് അല്ല. അത് ഈ നിസ്കാരവും ഈ നോമ്പും ഈ സക്കാത്തും ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് അസ്സൈറു ഇലല്ലാഹയാകുന്നത്, അല്ലാഹുവിലേക്കുള്ള യാത്രയാകുന്നത്. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ അസ്സൈറു ഫില്ലയാവും. അതെങ്ങനെയാ? അല്ലാഹുവിലുള്ള യാത്രയാവും. അതാണ് ഔലിയാക്കൾ നടത്തുന്നത്. അതുകൊണ്ടാണ് അല്ലാഹ് എന്നുള്ള ചിന്ത മാത്രം അവർക്കുണ്ട്. അതാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ വിലായത്തെത്തിച്ച മഹദിയാണ്. വലിയ വിലായത്തെത്തിച്ച മഹദിയാണ്. അവരുടെ മേലൊക്കെ ഫാത്തിഹ ഓതിയിട്ട് കൈവെള്ളയിൽ ഊതി തല മുതൽ തടയാൻ തന്നെ റാഹത്താവും. അല്ലാഹു ആഫിയത്ത് തരട്ടെ, രോഗങ്ങളൊക്കെ ശമനവും. അത്ര വലിയ മഹിളയല്ലേ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ഉമ്മയല്ലേ. അവര് പറഞ്ഞു, എന്നെ ഒരു അന്യപുരുഷൻ പോലും സ്പർശിച്ചിട്ടില്ലല്ലോ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മലക്ക് മുഖേന അറിയിച്ചു, അതെ നിങ്ങളെ സ്പർശനം നടത്തേണ്ട, റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഇനി ആയത്തോതി സമയം കളയുന്നില്ല, അതുകൊണ്ടാണ്. വലിനജഅലുഹു ആയത്തൻ ലിന്നാസി വറഹ്മത്തൻ മിന്നാ വകാന അംറൻ മഖ്ദിയ. റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട്, നിനക്ക് ഇതാ ഗർഭം ധരിക്കാൻ പോവാൻ. പറഞ്ഞു തീരേണ്ട താമസം അവരുടെ ഇടത് ഭാഗത്തതാകുന്ന പോക്കറ്റിന്റെ ഭാഗത്തിലൂടെ അവരുടെ വയറ്റിലേക്ക് ഊതി ആര്? ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ഗർഭം ധരിക്കുക. ഇന്നിപ്പോ ആധുനിക ശാസ്ത്രം ആണില്ലാതെ കുട്ടിയെ ഉണ്ടാക്കുന്നതിനൊക്കെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഇവിടെ നേരത്തെ തന്നെ അത് ഉണ്ടായിട്ടുണ്ട്. ആരെ? മറിയം ബീവി റളിയല്ലാഹു അൻഹ. മറിയം ബീവിയുടെ ബീജം വല്ലതും ഇവിടെ ചേർന്നിട്ടുണ്ടോ? ഒന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട്, അതാണ് ഫനഫഖനാ ഫീഹി മിർ റൂഹിനാ, നമ്മുടെ ആത്മാവ് അങ്ങോട്ട് ഓതി കൊടുത്തു അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന. ഖുർആനാണ്, വിശ്വസിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, നിമിഷ നേരം കൊണ്ട് ഗർഭം ധരിച്ചു മറിയം ബീവി റളിയല്ലാഹു അൻഹ. വിശാലമായ ചരിത്രമാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ
ആ സമയത്താണ് ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമുമായി വലിയ ബന്ധം വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് സിയാറത്തുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം ഒന്നുകൊണ്ട് ആശ്വസിപ്പിക്കും, സമാധാനം കൊടുക്കും. വേറെ ആരുമില്ലല്ലോ ആശ്വസിപ്പിക്കാൻ, സമാധാനം. ഒറ്റയ്ക്കുള്ള വാസമാണ്. നോമ്പ് വിടുന്നുണ്ടോ? ഒരു നോമ്പും വിടുന്നില്ല. ശുദ്ധിയുടെ ഘട്ടമാണ് ആ സമയങ്ങളൊക്കെ. ഗർഭസ്ഥ സമയത്ത് അങ്ങനെയാണ് നോമ്പ്. അല്ലാഹ്, വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നോമ്പ് പിടിക്കണം. ആ സമയത്ത് കഴിയുന്നവർ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഗർഭസ്ഥ സമയത്ത് അങ്ങനെയാണ്. കൂടുതൽ ആഹാരപാനീയങ്ങൾ കഴിക്കുകയല്ല, അത്യാവശ്യം കഴിക്കുക. പോഷകാഹാരങ്ങൾ മാത്രം കഴിച്ച് മുന്നോട്ട് പോകാം. ഒരുപാട് ആഹാരം കഴിച്ച് വലിയ വയറുമായിട്ട് നിന്നാൽ പ്രസവം വളരെ പ്രയാസകരമാണ്. പ്രസവിച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കണം. മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രസവം എടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ ആ തൊട്ടടുത്ത് കാണുന്നതാകുന്ന ആ ഈന്തപ്പന മലയിലേക്കൊന്ന് കയറാൻ പറഞ്ഞു. മലയുടെ മുകളിലാണ്. മലയിലേക്കൊന്ന് ചവിട്ടി കയറിയിട്ട് വഹുസി ഇലൈകി ബിജിസ്ഇൻ നഖലതി തുസാഖിത അലൈക റുതബൻ ജനിയ, ആ മരം പിടിച്ച് നല്ലതുപോലെ ഒന്ന് കുലുക്കാൻ പറഞ്ഞു. ഈന്തപ്പന എന്തിന്? നിനക്ക് അതിൽ നിന്ന് നല്ല കായ്കനികൾ, ഈന്തപ്പഴം നിനക്ക് കിട്ടും. നല്ല, അതിന്റെ അർത്ഥം എന്താ? നല്ല സാധനം വേണം, നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം വേണം കഴിക്കാൻ. 3 ദിവസം മുമ്പ് പള്ളിയിൽ നിന്ന് കിട്ടിയ പൊതി അതിങ്ങനെ അപ്പച്ചമ്പി വെച്ച് ചൂടാക്കി അടിക്കുക ഗർഭിണി. എന്നിട്ട് പിന്നെയും പറയിക്കാക 27 ഇനി 29 പൊതി ഉണ്ടെങ്കിൽ കൊണ്ടുവരണേ. പഴയത് വീണ്ടും ഉണ്ട്. ബർക്കത്താക്കപ്പെട്ട ഭക്ഷണമാണ്, ആയിക്കോട്ടെ. നമുക്കിങ്ങനെ പഴയത് മതി. ഇങ്ങനെ ചൂടാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇങ്ങനെ ഇട്ട് അടിക്കുക. ഇതെന്നല്ല, നല്ല ഫ്രഷ് സാധനം, നല്ല ഈത്തപ്പഴം. ഗർഭം അടുത്ത സമയത്ത് ആര് കഴിച്ചു? മറിയം ബീവി റളിയല്ലാഹു അൻഹ. എന്തിനാ അത് കുലുക്കാനും പറയുന്നത്? എന്തിനാ ഈ പർവ്വതത്തിന്റെ മുകളിലോട്ട് കയറാനും പറയുന്നത്? കണ്ടിട്ടില്ലേ നിങ്ങൾ? ലേബർ റൂമിന്റെ അവിടെ എത്തിക്കഴിയുമ്പോഴത്തേക്കും മരുന്ന് വെച്ചിട്ട് യാ അല്ലാഹ് തവാഫ് ചെയ്തിട്ട് വരാൻ പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കിടന്ന് ഓട്ടാണ്. എങ്ങനെയെങ്കിലും ഒന്ന് പ്രസവിച്ച് കിട്ടും. അവിടെയുള്ള ഓട്ടം ഇവിടെ ഓടിക്കാണ്. ഇവിടെ അതിനുള്ള പരിപാടി അല്ലാഹു നടത്താൻ. ഈ അരുവിയുണ്ട്, താഴെ അരുവി കൊടുത്തിരിക്കുക. ശരിയ താഴെ നല്ല അരുവി കൊടുത്തിട്ടുണ്ട്. ആ അരുവിയുടെ അവിടുന്ന് മേലോട്ട് നീ ആ സ്റ്റെപ്പ് കയറിക്കണം. മലയുടെ മുകളിലെ ഒരു ഭാഗത്തായിട്ട് ഈന്തപ്പഴം ഉണ്ട്. ആ മരത്തിന്റെ അവിടെ പോയിട്ട് മരം പിടിച്ചിട്ട് ഇങ്ങനെ കുലുക്കാം. എന്താ മരം പിടിച്ചിട്ട് ഇങ്ങോട്ട് കുലുക്കണം. ബഹുസി ഇലൈകി, നിന്നിലേക്ക് കുലുക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആക്കാനല്ല, ഇങ്ങോട്ട് പിടിക്കണം. ബഹുസി ഇലൈകി. ഖുർആൻ പറഞ്ഞ ഒരേ വാക്കും പഠിക്കാനാണെങ്കിൽ നേരം വെളുക്കും. ഇതിന്റെ അർത്ഥം പഠിച്ചു വരുവാണ്. നിന്നിലേക്ക് ആക്കണം. അതിനാണ് നമ്മൾ ഉമ്മമാര് ചെയ്യിക്കുന്നല്ലോ, വീട്ടിൽ വെച്ച് നല്ലപോലെ മുറ്റമടിക്കുക. ഗർഭം എടുക്കുന്ന സമയത്ത് പണി കുറച്ച് കൂടുതൽ ചെയ്യണം. കാരണം ഗർഭം ധാരണ എളുപ്പമാവും, റാഹത്താവും, പ്രസവം എളുപ്പമാവും. വളരെ സന്തോഷമായി. അങ്ങോട്ട് പെട്ടെന്ന് തന്നെ വേദനയും വരും, പ്രസവിച്ചും വരും. ഇത് അവിടെ എത്തിയതിനു ശേഷം 3 ദിവസമായി ഉസാദെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ കാട്ടുക എന്ന് ചോദിച്ചാൽ നമ്മളെ വിളിക്കുക. ഇതാണ് അവസ്ഥ. 3 ദിവസമായിട്ട് ഉലാത്തുകയാണ്. ഹോസ്പിറ്റലിലെ എല്ലാ റൂമും കണ്ടു കഴിഞ്ഞു. ഫുള്ള് കറക്കി, തവാഫോടെ തവാഫ്. എന്നിട്ട് ഇതുവരെ പ്രസവിച്ചിട്ടില്ല. അതിനെന്ത് ചെയ്യണം? വീട്ടിൽ നിന്ന് തുടങ്ങണം. 1 മാസം മുമ്പേ നല്ലതുപോലെ വർക്കൗട്ട് പണി തുടങ്ങണം. ആ സമയത്ത് നല്ല സാധനങ്ങൾ, ഭക്ഷണം മാത്രം കഴിക്കുക. നല്ല പ്രോട്ടീനുള്ള സാധനങ്ങൾ, ഈന്തപ്പഴം, നട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല കഴിക്കുക. വെള്ളം കുടിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. എന്നിട്ട് നല്ല റാഹത്തായിട്ട് പോവുക. ഈ പറഞ്ഞ പോലെ വ്യായാമ മുറകൾ ചെയ്യുക. അതിനൊരു വ്യായാമമാണ് അല്ലാഹു പറഞ്ഞത്. നീ ആ ഈന്തപ്പനത്തിന്റെ മരം പിടിച്ച് കുലുക്ക്. അത് ഈ ഈത്തപ്പഴവും കിട്ടും, നിന്റെ കാര്യവും നടക്കും. മലയുടെ മുകളിലോട്ട് കുറച്ച് കയറ്. ആ സ്റ്റെപ്പൊക്കെ കൊണ്ട് കയറുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് ഒരു ആയാസം ഉണ്ടാവും, റാഹത്താവും. എത്ര റാഹത്താവും. ഖുർആൻ പഠിക്കണം. അതിനാണ് സൂറത്ത് മറിയം പഠിക്കാൻ പറയുന്നത്.